വെറും 1 കിലോമീറ്റർ ഈ വാഹനത്തിൽ യാത്ര ചെയ്യാൻ 1 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ്. കക്കാടംപൊയിലേക്ക് ഇതിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം യാത്ര നടത്തിയത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളും ചെറിയ ചെറിയ ഡീമെറിറ്റ്സും നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ എക്സ്പെൻസ് വളരെ കുറവാണെന്നുള്ള ബാക്കി വിശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ മാനു ഫാറൂഖെ, നിൻ്റെ വണ്ടിയാണുള്ളത്, ഭാഗത്തും ബാക്കിലുണ്ട്. നമ്മളെ യാത്രയിൽ ഈ വണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത് കക്കാടംപൊയിലേക്ക്. എന്താ ജെന്യൂനായിട്ട് എന്തൊക്കെയാണ് കോമറ്റ് അല്ല, കോമറ്റ് അല്ല ഇതിന്റെ പേര്, MG കോമറ്റ്. എത്ര? ഏകദേശം ഒരു 9.25 ലക്ഷം റുപ്യാണ്. ഇത് അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ആണ്. MG കോമറ്റ് FC എന്ന് പറയുന്ന വേരിയന്റ് ആണിത്. വൈകുന്നേരം കൊണ്ടുപോകും, ചാർജ് ചെയ്യും, രാവിലെ വണ്ടി എടുക്കും, ഓടും. ഇടക്ക് അത്യാവശ്യമാകുമ്പോൾ പുറത്തെവിടെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി ചാർജ് ചെയ്യുകയും ചെയ്യും. അല്ല പിന്നെ എത്ര ഇതിന്റെ എക്സ്പെൻസ് എത്രയാണ്? ചാർജിങ്ങിന് എത്രയാണ്? 1 കിലോമീറ്ററിന് എത്രയാണ് ചെലവ്? 1 കിലോമീറ്ററിന് ഏകദേശം 1 രൂപ മാത്രമേ ഇതിന് ചെലവ് വരുള്ളൂ. 1 കിലോമീറ്റർ 1 രൂപ. അതായത് കോഴിക്കോട്, കോട്ടക്കുന്ന് കോഴിക്കോട് പോരാൻ 100 രൂപ. 100 രൂപ അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ ഡെയിലി സ്കൂളിലേക്ക് പോകാൻ ഏകദേശം ഒരു 350-400 രൂപ. എനിക്ക് ഒരു 50 കിലോമീറ്ററിലധികം ഓട്ടമുണ്ട്. ഇപ്പൊ അതൊരു 50 രൂപ ചെലവ് നിൽക്കും. ആകെ 50 രൂപ. അതായത് കൂട്ടിലങ്ങാടിന്ന് ഇവിടുന്ന് കടുങ്ങൂത്തുനിന്ന് ചെറൂര് പോയി വരാൻ 50 രൂപ മതി. 50 മതി. ഇതിന്റെ സീറ്റിംഗ് ഫ്രണ്ടിലും ഓക്കെ ട്ടാ. ഞാൻ ബാക്കിൽ ഇരുന്നു. സാത്ത് എങ്ങനെയുണ്ട് ബാക്കില്? സൂപ്പറാ അല്ലേ? പിന്നെ ഇതിലൊക്കെ ഒരു പ്രോബ്ലം, അടുത്ത ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ EV വിപ്ലവമായിരിക്കും. ഇപ്പൊ ഹൈബ്രിഡ് ഉണ്ട്, എന്റെ വണ്ടി ഹൈബ്രിഡ് ആണ്. EVയിലേക്ക് മാറേണ്ടി വരും. ചാർജിങ് സ്റ്റേഷനുകൾ പരമാവധി ഉണ്ടെങ്കിൽ അതൊരു ഗുണമായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ചാർജിങ് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കുന്ന രീതിയിലേക്ക് മാറണം. അതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട സാധനങ്ങൾ. ഏകദേശം ഒരു മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ഇത് പകുതി ചാർജ് ആവാൻ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ ആ സമയം സ്പെൻഡ് ചെയ്യണം. അതിലുള്ള ഡ്രോബാക്ക് അതാണ്. നമ്മൾ അതും കൂടെ കാണണല്ലോ സാത്തെ. ഇപ്പൊ നമ്മൾ ഇന്നലെ വന്നപ്പോ മലപ്പുറം മുണ്ടർമ്പെന്ന് ചാർജ് ചെയ്യാൻ നമുക്കൊരു 40 മിനിറ്റ് അവിടെ ഇതായി. അതെ, അത് ഇതാണ് KCBന്റെ ചാർജിങ് സ്റ്റേഷൻ ആണ് അല്ലെ? വീട്ടിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാൻ നന്നായിരിക്കും. അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനോ ടൈമിന്റെ വിഷയമുണ്ട്. പക്ഷെ ഇങ്ങനെ ചെറിയൊരു വണ്ടി നമുക്ക് എവിടെയും പോകാനും പറ്റും. പിന്നെ ഞങ്ങള് കക്കാടംപൊയിലൊക്കെ ഇത് കുന്നുമലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് കയറുക, ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല അല്ലേ? അടിപൊളി. ഇന്റീരിയർ ഒക്കെ നല്ല രസമുണ്ട് കേട്ടാ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയാണ് സംഭവം. ഫുള്ളി ബ്ലൂടൂത്തും ബാക്കി സംവിധാനവും അല്ലേ? ഡ്രൈവ് ചെയ്താൽ മറ്റു വണ്ടികളൊന്നും ഡ്രൈവ് ചെയ്യൂല. അങ്ങനെ ഡ്രൈവിംഗ് കംഫർട്ട് ആണ് അല്ലേ? നമ്മളെ ഇന്നോവ മുന്നിൽ ഇല്യാസ് ബാബുവിന്റെ മുന്നിലുണ്ട്. ഇതിന്റെ മെയിൻ പ്രോബ്ലം കണ്ടത്, മുന്നിലിരിക്കുന്ന ആള് ആദ്യം പുറത്തേക്ക് ഇറങ്ങി പുറകിലെ ആൾക്ക് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇതില്